താങ്ക്സ് ഷാ. ഇന്നത്തെ ക്ലാസ് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കാരണം എനിക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും വണ്ടി എടുത്ത് പോയി, വീട്ടുകാരൊറ്റ പോയത്. അപ്പോൾ ഒരൊറ്റ ഡ്രൈവിങ്ങിൽ തന്നെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ മുമ്പ് ഡ്രൈവ് ചെയ്തിരുന്ന രീതിയും ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയും തമ്മിൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് പാനിക് ആവാതെ നല്ല കോൺഫിഡൻസോട് കൂടി വണ്ടി എടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. അത് സാധിച്ചത് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടും അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ഷാ ആണ്. ആ ഒരു ക്രെഡിറ്റ് ഫുള്ളും ഷാക്കാണ്. മാത്രമല്ല എനിക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത് നിർബന്ധമാക്കപ്പെട്ട പോലെയായിരുന്നു. ചെയ്യാതെ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം വണ്ടി എടുക്കാൻ പേടിച്ച് പാനിക്കായിട്ട് വണ്ടി എടുക്കുക അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ നിന്ന് നല്ല കോൺഫിഡൻസോട് കൂടി വണ്ടി എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ, അതുപോലെ നല്ലൊരു കോൺഫിഡൻസ് തന്നെ വന്നത് നിങ്ങളെ ക്ലാസ് കൊണ്ടാണ്. നമ്മൾ പ്രതിസന്ധികളിൽ നിന്ന് പല വാതിലടഞ്ഞാലും ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളെ ക്ലാസ് ഞാൻ കാണുന്നതും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതും. അതൊരു നിമിത്തം പോലെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതും ഒക്കെ നിങ്ങളെ പേഷ്യൻസും എഫേർട്ടും ഒന്നും സമ്മതിച്ചേ പറ്റൂ. കാരണം നമ്മൾ ഓരോരോ മിസ്റ്റേക്കുകളും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയകളും ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ അത്രയും ക്ലിയറായി നിങ്ങൾ പറഞ്ഞ സമയത്തിലധികം സമയമെടുത്ത് നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും എനിക്കൊരു ആവശ്യമില്ലാത്തതായിട്ടോ അല്ലെങ്കിൽ പിന്നെ ടൈം വേസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഞാൻ അറിയാത്ത കുറേ കാര്യങ്ങളായിരുന്നു. അതൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി. അതേ ജഡ്ജ്മെൻറ്റ് പ്രകാരം ഇനിയും വണ്ടി എടുത്ത് ഞാൻ ഒന്നും കൂടെ കോൺഫിഡൻസ് കൂട്ടി വണ്ടി എടുത്ത് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരു കോൺഫിഡൻസ് തന്നതിന് ഇന്നത്തെ ക്ലാസ് അങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക്സ് ഷാ. എല്ലാം ഒരു നിമിത്തം പോലെ നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക.